ഉറുഗ്വേക്കെതിരായുള്ള 1-0 വിജയം, എവേ മത്സരത്തിലെ വിജയം അർജന്റീനയ്ക്ക് വലിയ ആത്മവിശ്വാസം പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ബ്രസീലിനെതിരെയുള്ള വമ്പൻ പോരാട്ടമാണ് കാത്തിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് എവേ പോരാട്ടത്തിൽ യുറുഗ്വയെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അർജന്റീനയ്ക്ക് തോൽപ്പിക്കാൻ സാധിച്ചു. 1-0 വിജയമാണെങ്കിൽ പോലും അർജന്റീനയുടെ യുവനിരയ്ക്ക് അതൊരു കരുത്തേകുന്ന കാര്യം കൂടിയാണ്. കാരണം മെസ്സി ഇല്ല, ലൗട്ടാരോ മാർട്ടിനസ് ഇല്ല, ലിസാൻഡ്രോ മാർട്ടിനസ് ഇല്ല, ഡീപോളും ടീമിലുണ്ടായിരുന്നില്ല, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഇവരുടെ എല്ലാം അഭാവത്തിൽ അർജന്റീനയ്ക്ക് വിജയിക്കാൻ സാധിച്ചു, 3 പോയിന്റ് നേടാൻ സാധിച്ചു. ഇപ്പോൾ ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ദക്ഷിണ അമേരിക്കൻ ലോകകപ്പ് യോഗ്യത കോൺമെബോൾ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ 1 പോയിന്റ് മതി അർജന്റീനയ്ക്ക് ലോകകപ്പിന് യോഗ്യത നേടാൻ. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തെ എല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെയാണ് കണ്ടത്. കാരണം പ്രമുഖ താരങ്ങളെല്ലാം മെസ്സി ഇല്ലാതെ ഇറങ്ങുന്നു അർജന്റീന എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ സവിശേഷത. അപ്പോൾ ഇനി അർജന്റീന ഭാവിയിൽ എങ്ങനെ പെർഫോം ചെയ്യും, പ്രത്യേകിച്ച് മെസ്സി യുഗത്തിനൊക്കെ ശേഷം അർജന്റീന എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതൊരു വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് പേരിങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥിരത അർജന്റീനയ്ക്ക് തുടരാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും സ്കലോണിയുടെ ആ ഒരു മാസ്റ്റർ ടാക്ടീഷ്യൻ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജ് അദ്ദേഹം തുറന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരശേഷം അദ്ദേഹം പറയുകയും ചെയ്തു, കാരണം ടീമാണ് പ്രധാനം, വ്യക്തികളല്ല. വ്യക്തികൾ ചില ആളുകളുടെ അഭാവം ഉണ്ടാവും, പക്ഷേ വേറെ ആളുകൾ വരും എന്നൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അർജന്റീനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് അർജന്റീനയുടെ മോശമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം കാര്യമായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഒന്നും ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ഉറുഗ്വേ അവരുടെ ഫിസിക്കാലിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇടയ്ക്ക് 2-3 ചാൻസസ് ഉണ്ടായിരുന്നു, പിന്നെ ചില കൗണ്ടർ അറ്റാക്കുകളൊക്കെ നടത്തിയെന്നല്ലാതെ വലിയ അറ്റംപ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പെരേഡസിൻ്റെ ഒരു ലോങ് റേഞ്ച് ട്രൈ ഉണ്ടായിരുന്നു, പിന്നെ മെക്കലിസ്റ്ററിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, പിന്നെ അതുകൂടാതെ സിമിയോണി ഒരു അറ്റംപ്റ്റ് നടത്തി, എൻസോ ഫെർണാണ്ടസിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ കാര്യമായുള്ള ഒരു മുന്നേറ്റങ്ങൾ ഫസ്റ്റ് ഹാഫിൽ അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ അർജന്റീനയുടെ ഡിഫൻസ് വളരെ സെറ്റായി നിന്നതുകൊണ്ട് തന്നെ ഉറുഗ്വേയുടെ നീക്കങ്ങളൊന്നും ബലം കണ്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഒട്ടമെൻഡിയും റൊമേരോയും ചേർന്ന് ശരിക്കും ഘടാഘടിയന്മാരായുള്ള ഒരു ഡിഫൻഡേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ അവർ കറക്റ്റായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം ഡാർവിൻ ന്യൂനസിനെയും മാക്സി അറോഹയും ഒക്കെ കറക്റ്റായിട്ട് മുളയിലെ തന്നെ നുള്ളാൻ, അവരുടെ നീക്കങ്ങളൊക്കെ മുളയിലെ നുള്ളാൻ ഒട്ടമെൻഡിക്കും റൊമേരോയ്ക്കും സാധിച്ചു. പിന്നെ ലെഫ്റ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ ടാഗ്ലിയോഫിക്കോയുടെ ഒരു പെർഫോമൻസ് വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം അറ്റാക്കിനെ ഒരുപാട് സഹായിക്കുന്ന നീക്കങ്ങളൊക്കെ നടത്തി, അതിനൊപ്പം തന്നെ ഡിഫൻസീവ് ജോബ്, ക്ലിയറൻസസ് ആണെങ്കിലും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻ്റർസെപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോൾ റിക്കവറിയിലും വളരെ മുന്നിൽ നിന്ന് ഡുവൽസൊക്കെ വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതിനൊപ്പം തന്നെ ആ ഒരു ഗോളിന് 68-ാം മിനിറ്റിൽ തിയാഗോ അൽമേദ നേടിയ ആ ഒരു ഗോളിന് ഉള്ള ആ റണ്ണപ്പിൽ ഒരു പങ്ക് വഹിക്കാനും ടാഗ്ലിയോഫിക്കയ്ക്ക് സാധിച്ചു. അപ്പോൾ ടാഗ്ലിയോഫിക്കയുടെ ഒരു പെർഫോമൻസ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അർജന്റീനയുടെ കളി ആകെ അങ്ങ് മാറി. കാരണം ഫസ്റ്റ് ഹാഫിൽ ആ ഉഴപ്പ് മാറി പെട്ടെന്ന് തന്നെ അറ്റാക്ക് നടത്തുന്ന പാസിംഗ് ഗെയിമിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അർജന്റീനയാണ് കാണാൻ സാധിച്ചത്. പിന്നെ മെക്കലിസ്റ്ററുടെ ഒരു പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. വാൽവർദയുടെ നീക്കങ്ങളൊക്കെ തടയിടാൻ മെക്കലിസ്റ്ററിന് സാധിച്ചു. അതിനൊപ്പം പെരഡസിൻ്റെ നല്ല ഹെൽപ്പും നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ റിസൾട്ടായിട്ട് തുടക്കത്തിൽ തന്നെ അൽമാദയ്ക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ 48-ാം മിനിറ്റിലാണെന്ന് തോന്നുന്നു. നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷെ അത് ഗോൾ കീപ്പർ റോഷയുടെ കയ്യിൽ തട്ടി പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്, മുകളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് വീണ്ടും ഒരു അവസരം വന്നത് 68-ാം മിനിറ്റിൽ. അത് ഒരു ഒന്നാന്തരം ഗോൾ തന്നെയായിരുന്നു, കൂടുതൽ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ലോങ് റേഞ്ച് കേളിംഗ് ഗോള്. അൽമാദയുടെ ഒരു പൊട്ടൻഷ്യൽ നമുക്കറിയാം, കാരണം അദ്ദേഹം മികച്ച പ്ലെയറാണ്. 23 വയസ്സുള്ള വളരെ പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ച് ലോങ് റേഞ്ച് ബോളുകൾ നേടാനും നല്ല ഫ്രീ കിക്കുകൾ ഉതിർക്കാനൊക്കെ പറ്റിയ പ്ലെയറാണ്. പിന്നെ ഈ യൂറോപ്പിലെ ഒരു പ്രമുഖ ക്ലബ്ബിലൊന്നും കളിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, കാരണം അദ്ദേഹത്തെ ആ രീതിയിൽ വിലയിരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഭാവിയിൽ ഒരു വലിയ ക്ലബ്ബിലൊക്കെ എത്തുകയാണെങ്കിൽ തിയാഗോ അൽമേദ കുറച്ചും കൂടെ വേറൊരു ലെവലിലേക്കൊക്കെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അൽവാരസ് നല്ല സപ്പോർട്ട്, അതായത് ഇവർ തമ്മിൽ ഉള്ള ഒരു കോമ്പിനേഷൻ വളരെ പ്രകടമായിട്ട് തന്നെ നമുക്ക് കളിക്കളത്തിൽ കാണാൻ സാധിച്ചിരുന്നു. അൽവാരസ് നല്ല രീതിയിൽ തന്നെ ആ ബോൾ പ്ലേസ് ചെയ്ത് കൊടുത്തു. അതിൽ നിന്നാണ് അൽമാദയുടെ ആ ഒരു കിടിലൻ ഗോൾ പിറന്നത്. അതിന് മുമ്പത്തെ ആ ഒരു അറ്റംപ്റ്റിലും പാസ് നൽകിയത് അൽവാരസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ അർജന്റീനയുടെ ഒരു വിശ്വരൂപം പുറത്തെടുത്തു എന്നുള്ളതാണ്. പിന്നെ എമിലിയാനോ മാർട്ടിനസിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ 2-3 നല്ല സേവുകൾ ഉണ്ടായിരുന്നു. പിന്നെ വലിയ രീതിയിലുള്ള ഒരു പരീക്ഷണം അദ്ദേഹം നേരിട്ടിട്ടില്ല. ഇപ്പം 50 മത്സരങ്ങൾ അർജന്റീനയ്ക്ക് വേണ്ടി എമിലിയാനോ മാർട്ടിനസ് പൂർത്തിയായിരിക്കുകയാണ്. അതിൽ നിന്ന് 36
ക്ലീൻ ഷീറ്റുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രാക്ക് റെക്കോർഡ് ഏത് ലെവലിലാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും അർജന്റീനയ്ക്ക് നിർണായകമായുള്ള ബ്രസീലിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് 3 പോയിന്റ് സ്വന്തമാക്കാൻ സാധിച്ചു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ അർജന്റീനയുടെ താരതമ്യേന യുവനിര എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഈ ടീമിന് അടുത്ത മത്സരത്തിന് ഇറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അർജന്റീന നിലവിലെ ചാമ്പ്യന്മാരാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു പെർഫോമൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെസ്സിയുടെയൊക്കെ അഭാവത്തിലും മോശമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉറുഗ്വേക്കെതിരെ അർജന്റീനയ്ക്ക് പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ള, പ്രത്യേകിച്ച് എവേ മത്സരമാണ്. ഉറുഗ്വേയുടെ തട്ടകത്തിലാണ്, അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന മാർസെലോ ബിയൽസയുടെ ടീമാണ്. അപ്പോൾ അവിടെ നിന്ന് ആ രീതിയിലുള്ള ഒരു വിജയം അർജന്റീനയ്ക്ക് നേടാൻ സാധിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അർജന്റീനയുടെ ഈ ഒരു പെർഫോമൻസിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.